നമസ്കാരം. മലയാള വാർത്തയിലേക്ക് സ്വാഗതം. അപകടത്തിൽ പരിക്കേറ്റവരെ ശാസ്ത്രീയമായ രീതിയിൽ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എമർജൻസി ലൈഫ് സപ്പോർട്ട് കോർഡിനേറ്ററും ട്രോമ കെയർ വിദഗ്ധനുമായ ഡോക്ടർ സുൽഫിക്കർ അലി അഭിപ്രായപ്പെട്ടു. റോഡപകടങ്ങളിലടക്കം ഗുരുതരമായി പരിക്കേറ്റവരെ അപകട സ്ഥലങ്ങളിൽ നിന്ന് ആംബുലൻസിലേക്കും തുടർന്ന് ആശുപത്രിയിലേക്കും മാറ്റുമ്പോൾ നട്ടെല്ലിന് ക്ഷതമേൽക്കാതെ ശാസ്ത്രീയമായി മാത്രമേ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എമർജൻസി ലൈഫ് സപ്പോർട്ട് കോർഡിനേറ്ററും ട്രോമ കെയർ വിദഗ്ധനുമായ ഡോക്ടർ സുൽഫിക്കർ അലി അഭിപ്രായപ്പെട്ടു. സംസ്ഥാന പ്രിസൺസ് വകുപ്പിന്റെ കീഴിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സെന്ററിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സംഘടിപ്പിച്ച എമർജൻസി ആൻഡ് ട്രോമ കെയർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹം. അപകടത്തിൽ പരിക്കേറ്റവരെ ചുരുട്ടിക്കൂട്ടി വാഹനത്തിലേക്ക് തള്ളിക്കയറുന്നത് നട്ടെല്ലിന് ക്ഷതവും കഴുത്തെല്ലിന് ആഘാതവും വർദ്ധിപ്പിക്കുകയും ശരീരഭാഗങ്ങൾ കുഴഞ്ഞു പോകുന്നതിനും ജീവിതകാലം മുഴുവൻ കിടപ്പിലാകാനും കാരണമാകാറുണ്ട്. ശാസ്ത്രീയമായ പരിശീലനം ലഭിച്ച ട്രോമ കെയർ വളണ്ടിയർമാർ ഇത്തരം സാഹചര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കാനും ശ്രദ്ധയോടെ കഴുത്തിനും നട്ടെല്ലിനും സംരക്ഷണം നൽകിക്കൊണ്ട് പരിക്കേറ്റയാളെ ആംബുലൻസിലേക്ക് മാറ്റണം. ആശുപത്രിയിൽ വെച്ച് സ്കാനിംഗ് അടക്കമുള്ള വിവിധ ടെസ്റ്റുകൾക്ക് വിധേയമാകുമ്പോഴും കഴുത്തിലും നട്ടെല്ലിനും ഇളക്കം തട്ടുന്ന ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതിനായി സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ ട്രോമ കെയർ പരിശീലനം നൽകാൻ സർക്കാരും സന്നദ്ധ സംഘടനകളും രംഗത്തു വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.